എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തായിരിക്കും ഇത്രയേറെ സന്തോഷം? സന്തോഷത്തിന് വകയുണ്ടെന്നേ. ഇപ്പോൾ കുറേ കാലം കൂടി ഒരു തൂക്കുകയർ ഒരാൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മുടെ കോടതിയോട് ആദ്യമേ തന്നെ എന്താണ് എൻ്റെ നന്ദി. ഈ ഒരു സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു വധശിക്ഷ എന്ന് പറഞ്ഞാൽ. എന്നാൽ നിങ്ങൾ ചോദിക്കും, എന്താ സമൂഹത്തോട് ചെയ്തത് എന്ന് ചോദിക്കും. അതെ, പല കുറ്റവാളികൾക്കും ഇത് ഒരു തിരിച്ചടി തന്നെയായിരിക്കും. കുറ്റം ചെയ്യണമെന്ന് ഓർമ്മിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു സംഭവം, ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഈ ഒരു ശിക്ഷയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ കുറ്റം ചെയ്തിരിക്കുന്ന ആളുകൾ പോലും ചിന്തിക്കും, ഈ ഗ്രീഷ്മയുടെ കേസ് അറിയുമ്പോൾ, അയ്യോ ഇനി നമുക്ക് എന്തായിരിക്കും, നമുക്കും ഇങ്ങനെ ഒരു വിധി ആയിരിക്കും നമ്മളെ തേടി വരുന്നത് എന്നുള്ളൊരു ഭയം എല്ലാവരുടെ മനസ്സിലും ഒന്ന് തോന്നും. പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ, ചില ആളുകളുണ്ട് രണ്ടും കെട്ട് നടക്കുന്നത്. എന്ത് വന്നാലും കുഴപ്പമില്ല, 1 തട്ടിയാലും 10 തട്ടിയാലും കണക്ക് തന്നെ എന്ന് പറയുന്ന വ്യക്തികളുണ്ടാവും. അവരുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വധശിക്ഷയ്ക്ക് അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ വിധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കഷായം ഗ്രീഷ്മയുടെ കാര്യമാണേ, ആ ഒരു ഗ്രീഷ്മയ്ക്ക് ഇന്നലെ മുഴുവനും ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഈശ്വര ഇനി എന്തായിരിക്കും നാളെ, ഇനി ഇവൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള വലിയ കടുത്ത ശിക്ഷയൊന്നും കിട്ടില്ലേ, ഇനി അവൾക്ക് ജീവപര്യന്തമായിരിക്കും. 24 വയസ്സുള്ള പെണ്ണാണ്, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെ അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കോടതി എന്ത് ചെയ്യും, ഇനി ഇവൾക്ക് ജീവപര്യന്തമെങ്കിലും കൊടുക്കുമോ, ഇനി ജീവപര്യന്തമല്ല ഇനി ഇരട്ട ജീവപര്യന്തമാണോ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. എൻ്റെ കാര്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് ഞെട്ടിച്ചുകൊണ്ട് അടിപൊളി ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്നും വധശിക്ഷയ്ക്ക് തന്നെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇവളെ വിധിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അവൾ പിന്നെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് അവൾ കോടതിയിൽ വന്ന സമയത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ, ചന്ദനക്കുറിയും ബൊട്ടും ഒക്കെ ഇട്ട് നല്ല തടിച്ച് കൊഴുത്ത് തക്കിടി മുണ്ടനായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു പക്ഷേ അവൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നിരിക്കണം ലഘു ശിക്ഷ കൊടുത്ത് ഇവിടെ ഒഴിവാക്കുമെന്ന്. കാരണം നമ്മുടെ ഒരു സിസ്റ്റം പ്രകാരം നമ്മുടെ ഒരു നാട്ടിലെന്ന് പറഞ്ഞാൽ അധികം അങ്ങനെ വധശിക്ഷയ്ക്കാരെയും വിധിക്കാറില്ലല്ലോ. അപ്പോൾ ജീവപര്യന്തത്തിലൊക്കെ ഒതുക്കും എന്ന് പുള്ളിക്കാരത്തി ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് അവൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ തീരാത്തത്രയുണ്ട്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതിയോട് മാത്രമല്ല സന്തോഷം, നമ്മുടെ ഈ ഗ്രീഷ്മയുടെ കാര്യത്തിൽ കേസ് അന്വേഷിച്ച എല്ലാ പോലീസ് ഓഫീസേഴ്സിനോടും വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അതുപോലെ ഈ ഒരു കേസിനെ വിടാതെ തന്നെ പിന്തുടർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞാൽ മതിയാവില്ല. കാരണം ഒരു കേസ് ഇങ്ങനെ മങ്ങി വരുമ്പോൾ അവരാണ് അതിനെ തിളപ്പിച്ച് പൊക്കിക്കൊണ്ടുവരുന്നത്. എന്നാൽ കുറേ ആളുകളെങ്കിലും പറയും അത് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്തോ ആവട്ടെ, എത്രയോ കേസുകൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കേസുകൾ പോലും അവർ ഇടപെട്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ആ കാര്യത്തിൽ പുറകിലോട്ടൊന്നുമല്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ. അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ രാവിലെ തൊട്ടേ ഞാൻ നോക്കുമായിരുന്നു ഇതിൻ്റെ വിധി വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വിധിയെപ്പറ്റി അറിയാൻ കഴിഞ്ഞ ഉടനെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നത്. കാരണം ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത് കൂടി കേൾപ്പിച്ചു തരാം കേട്ടോ. ആസൂത്രിതമായിട്ടായിരുന്നു ഈ കൊലപാതകം എന്നുള്ളത് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ കോടതിയെ പ്രതിഭാഗം അറിയിച്ചത് ഇതിന് സന്ദർഭം ഉണ്ടാക്കിയത്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഷാരോൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പരമാവധി ശിക്ഷ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആനുകൂല്യം പ്രതിക്ക് ലഭിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും അതൊന്നും തന്നെ കോടതി കണക്കിലെടുക്കുന്നില്ല. കാരണം ഷാരോണിൻ്റേത് ഒരു പ്രണയമായിരുന്നു, നിസ്വാർത്ഥമായ ഒരു സ്നേഹമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീട്ടിലേക്ക് പലതവണ ഷാരോണിനെ വിളിച്ചപ്പോൾ ജ്യൂസ് നൽകി
നൽകിയപ്പോൾ ഗിരീഷ്മയുടെ പദ്ധതി ഷാരൂണിന് അറിയില്ലായിരുന്നു. അതോടൊപ്പം സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സന്ദേശമാണ് ഈ കേസിലൂടെ സമൂഹത്തിന് നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് അർഹമായ ഒരു ശിക്ഷ നൽകണമെന്നുള്ള കാര്യവും കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ ഈ മാധ്യമ ശ്രദ്ധ ഇത്രയധികം കൂടുതൽ ലഭിച്ചത് കൊണ്ട് തന്നെ വിധി പ്രസ്താവം ആ തരത്തിലല്ല. ഈ കോടതിക്ക് തോന്നിയതാണ്, ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തുന്നതും എന്നും കോടതി പറഞ്ഞിരുന്നു. അതോടൊപ്പം 307 IPC അത് തെളിഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി മുറിയിൽ നിന്നും ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കുടുംബം പ്രതീക്ഷിച്ചൊരു വിധി തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കാണുന്ന സ്ഥലത്തൂടെ ഒരു പക്ഷേ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 307 IPC. തീർച്ചയായിട്ടും സ്റ്റെഫിൻ, അല്പസമയത്തിനകം കോടതി മുറിയിൽ നിന്ന് ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരും. അനന്തകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട്. അനന്തൻ, പ്രതീക്ഷിച്ചിരുന്ന വിധിയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിച്ചതെന്ന് നിയമവിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. അല്പം മുമ്പ് നമ്മൾ ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഡി ശില്പയും അത് തന്നെയാണ് പറഞ്ഞത്. കൃത്യമായ സാഹചര്യ തെളിവുകളെല്ലാം ഒപ്പം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്ന. അനന്തൻ, ഈ ഒരു വിധിയിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് കോടതി? പ്രണയത്തിന്റെ പേരിൽ ഒരു ചതി നടത്തുക, ആ ചതിയിലൂടെ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക, ഒരു നിമിഷം പോലും അവന്റെ പ്രണയം തിരിച്ചറിയാതെ അവനെ മരണത്തിലേക്ക് എന്നേക്കുമായി തള്ളിവിടുന്ന ഒരു നിലപാടെടുത്ത പ്രതി, ആ പ്രതിയെ മാത്രമാണ് കോടതി കണ്ടത്. അതല്ലാതെ ഗ്രീഷ്മ എന്ന 24 വയസ്സുകാരിയോ പഠിക്കാൻ വിളിക്കുകയാണെന്ന ഒരു പെൺകുട്ടിയുടെ ഭാവമോ ഒന്നും കോടതി പരിഗണിച്ചില്ല. ചെയ്ത കുറ്റത്തിന്റെ ഹീനത അത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് മാത്രമാണ് കോടതി കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് അതികഠിനമായ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വധശിക്ഷ കോടതി നൽകിയിരിക്കുന്നത്. നേരത്തെ സ്റ്റെഫിൻ കോടതി മുറിയിൽ സ്റ്റെഫിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റെഫിൻ പറഞ്ഞതുപോലെ ആ വിധി പറയുന്നതിന് മുൻപ് ഷാരൂണിന്റെ മാതാപിതാക്കളെ നീതിപീഠത്തിന്റെ സമീപത്തേക്ക് ന്യായാധിപൻ വിളിച്ചു വരുത്തുമ്പോൾ തന്നെ നമുക്ക് അതൊരു സൂചനയായിരുന്നു സമൂഹത്തിന് വരാൻ പോകുന്ന വിധി ചില്ലറയല്ല, അത് മാതൃകാപരമായ ഒരു ശിക്ഷാവിധി തന്നെ ആയിരിക്കും, സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷയായിരിക്കും എന്നുള്ള സൂചന ആദ്യ നടപടിയിലൂടെ തന്നെ കോടതി നൽകുകയും ചെയ്തു. നമ്മുടെ ക്യാമറയിലൂടെ ഇപ്പോൾ നമ്മുടെ ഒരു ക്യാമറയുടെ ലെൻസ് സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് കോടതി മുറിയുടെ കവാടത്തിലേക്കാണ്. അതിന് മുന്നിലാണ് ഗ്രീഷ്മയെ കൊണ്ടുപോകാനുള്ള വാഹനം തയ്യാറായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഉത്തരവിന്റെ പകർപ്പ് സീൽ ചെയ്ത് പ്രതിക്ക് കൈമാറുന്ന നടപടികൾ നടന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയായി എന്നാണ് അമൽ പറയുന്നത്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരും, നേരെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുവരും. ഇനി ഗ്രീഷ്മയ്ക്ക് ജയിലിൽ കഴിയാം. ഇനി അപ്പീലും ഒക്കെ പോയാലും വധശിക്ഷയാണ് മുകളിൽ കിടക്കുന്നത്. സുപ്രീം കോടതിയിലും രാഷ്ട്രപതിയുടെ ദയാഹർജിയിൽ വരെ പോകേണ്ടതുണ്ട്. എത്രയോ പ്രതികൾ വധശിക്ഷ വിധിക്കപ്പെട്ട് ഇപ്പോഴും പുറത്തിറങ്ങാതെ, ആലുവ കൂട്ടക്കേസിലെ പ്രതി മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേർ തടവറയ്ക്കുള്ളിൽ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നേക്കുമായി തടവറയ്ക്കുള്ളിൽ കഴിയാനാണോ ഈ 24-കാരിയുടെ വിധി എന്നാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ തൊട്ട് അങ്ങോട്ടുള്ള ഗ്രീഷ്മയുടെ ഇനി ജീവിതം എന്ന് പറയുന്നത് ജയിലിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാനിപ്പോൾ കോടതി മുറിക്കകത്ത് കയറി ഗ്രീഷ്മയെ കണ്ടിരുന്നു. അവിടെ വലിയൊരു പോലീസ് സന്നാഹത്തിന് നടുവിലാണ് ഗ്രീഷ്മയുള്ളത്. തൊട്ടുപുറത്ത് ഒരു കസേരയിൽ ഇപ്പോഴും കരച്ചിൽ നിർത്താതെ 2 പേരിരിപ്പുണ്ട്, ഷാരൂണിന്റെ അച്ഛനും അമ്മയും. അവർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അവരുടെ ഒരു പ്രതികരണമാണ് കേരളം കാത്തിരിക്കുന്നത്. അവരുടെ പ്രതികരണം, അവർ തൊഴുകൈകളോടെയാണ് വിധിക്ക് ശേഷം ന്യായാധിപന്റെ മുന്നിൽ നിന്നത്. അപ്പോൾ അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ ഒരുപക്ഷെ ആ പ്രതികരണത്തിന് വേണ്ടിയുള്ള കരുത്ത്, മാനസികമായ ഒരു കരുത്ത് അവർ ആർജിച്ചെടുക്കാനുള്ള ശ്രമമാകും നടത്തുന്നത്. കാരണം അത്രത്തോളം ഈ വിധി കൂടി കേൾക്കുമ്പോൾ അവരുടെ വൈകാരികമായ അവസ്ഥ, അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്തുവാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ള കരുത്ത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സമൂഹത്തോട് അവരുടെ പ്രതികരണം പറയാനുള്ള ഒരു കരുത്ത് എടുക്കാൻ വേണ്ടിയുള്ള, ഒരു സ്വസ്ഥത നേടാൻ വേണ്ടിയുള്ള ഒരു ഇരിപ്പാണ് ആ കോടതിക്കുള്ളിൽ ആ മാതാപിതാക്കൾ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ കേട്ടല്ലോ. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം, പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷം. ഇത് മാത്രമല്ല, ഈ ഒരു ഗ്രീഷ്മയിൽ മാത്രമായിട്ട് ഒതുങ്ങരുത് ഇത്തരത്തിലുള്ള വിധി എന്ന് പറഞ്ഞാൽ. എത്രയോ ആളുകളെ ഒരു ദയവില്ലാതെ വെട്ടിക്കൊല്ലുന്ന ആളുകളുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു പയ്യൻ ഒരു വീട്ടിലെ 3 പേരെയാണ് പയ്യൻ തീർത്ത് കളഞ്ഞത്. അതുമാത്രമല്ല, 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അവനത് ചെയ്തത്. പിന്നെ അതിൽ ഒരാൾ 4 പേരെ വെട്ടി, 3 പേര് മരണത്തിന് കീഴടങ്ങി, ഒരാളിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് വസിക്കുന്നത്. പക്ഷേ അതുമാത്രമല്ല, വളരെ പൈശാചികമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയായിരുന്നു. പക്ഷേ 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ വൃത്തികെട്ട നാറി ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് കണ്ട് വളർന്ന ആ ഒരു വേദന, ആ ഒരു ദുഃഖം
നേരിട്ട് കാണേണ്ടി വരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും? കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് അവരുടെ വളർച്ചയെ പോലും ബാധിക്കാനായിട്ട് ഈ ഒരു സംഭവം എന്നെന്നും പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായിട്ട് അവരുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെപ്പോലുള്ള മുതിർന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ഒരാളെ വെട്ടിക്കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരാളെയല്ല, പ്രിയപ്പെട്ട 4 പേരെ, അമ്മയെ കൊന്നു, അമ്മൂമ്മയെ കൊന്നു, അപ്പൂപ്പനെ കൊന്നു, സ്വന്തം അച്ഛനെ വെട്ടി പ്രാണനാക്കി, ആ ഒരു അവസ്ഥയിലാക്കി. അപ്പോൾ ഇത് കണ്ട് നിൽക്കുകയാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ഒരു കേസ് സ്പെഷ്യൽ കേസായിട്ട് തന്നെ പരിഗണിക്കണം എന്നാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള എല്ലാ കേസുകൾക്കും നിരത്തി പിടിച്ച് വധശിക്ഷ തന്നെ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, പിന്നീട് ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ എല്ലാവന്മാരും ഒന്ന് ഭയക്കും. ഇത് ആർക്കും നമ്മുടെ നിയമത്തെ ഭയമില്ലാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ പെടുന്ന തെറ്റുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കാത്തത്. 14ഉം 15ഉം വയസ്സ് തൊട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അതിന് താഴെ പ്രായമുള്ള കുട്ടികൾ വരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കത്തിയെടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. വധശിക്ഷ എന്ന് പറയുന്ന ആ ഒരു സംഭവം നല്ല രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിലുണ്ടല്ലോ, ആളുകൾ കുറേയൊക്കെ അങ്ങ് പിന്നോട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു ഗ്രീഷ്മയുടെ, നമ്മുടെ കഷായത്തിൻ്റെ ആ ഒരു വിധി ഭയങ്കരമായിട്ട് സന്തോഷം തന്നിരിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവരോടും, ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും ഈ കേസ് അന്വേഷിച്ച എല്ലാവരോടും വളരെയധികം നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാരോണിൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ സന്തോഷം ഇന്നത്തെ ദിവസം എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അവർ ഇനിയെങ്കിലും അവരുടെ കണ്ണുനീര്, അവർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ആ കണ്ണുനീര് ഒരു കാലത്തും അത് മാറാൻ പോകുന്നില്ല. എന്നാൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഒരിത്തിരി ഒരു വെളിച്ചം വീശട്ടെ ഈ ഒരു കോടതിയുടെ ആ ഒരു തീരുമാനം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഇതുപോലെയുള്ള വിധിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ശിക്ഷയൊക്കെ വിധിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പൈശാചികമായ തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിരത്തി അങ്ങ് വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നാറികൾ ഒതുങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട്, ഇനി ഇതേക്കുറിച്ചിട്ട് ഉള്ള നമ്മുടെ ഷാരോണിൻ്റെ മാതാപിതാക്കളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അവരുടെയൊക്കെ ആ ഒരു സന്തോഷം, അവരുടെയൊക്കെ അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണം. സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ നമ്മുടെ ചാനൽ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ